കിച്ചൺ ഡയറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കുന്നത് സ്പൈസി ആയിട്ടുള്ള മുട്ട വെച്ചുള്ള ഒരു സ്നാക്കാണ്. ഇത് കുട്ടികളും വലിയവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ടേസ്റ്റി സ്നാക്കാണ്. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇതിനു വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിനകത്തേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 4 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു 4 സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. സവാള ചെറുതായി കട്ട് ചെയ്തെടുക്കണം. ഇവിടെ എൻ്റെ കയ്യിൽ 4 ചെറിയ സവാളയായിരുന്നു ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് 4 എണ്ണം ചേർത്തത്. നിങ്ങളുടെ കയ്യിൽ വലിയ സവാളയാണെങ്കിൽ 2 എണ്ണത്തിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചേർത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് വഴന്നു വരുന്നതിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഉള്ളിയെല്ലാം ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടുന്ന മസാലകൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇവ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റുക. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഈ മസാലയുടെ പച്ചമണമെല്ലാം മാറി മസാല ഒന്ന് മൂക്കുന്ന സമയം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ സമയത്ത് എരിവ് കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് കുറച്ചുകൂടി മസാല ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മൊത്തം 1.25 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഉപ്പും ചെക്ക് ചെയ്യുക, വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നന്നായി മൂത്ത് വന്നതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ 4 മുട്ട പുഴുങ്ങി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്തതിന് ശേഷം കൂടുതൽ ശക്തി കൊടുത്ത് ഇളക്കാൻ പാടില്ല, കാരണം മുട്ടയുടെ മഞ്ഞക്കരുവെല്ലാം പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചിളക്കുക. ഇതിലേക്ക് 1 നുള്ള് മല്ലിയിലയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് മുട്ട ഒന്ന് ചൂടാവുന്ന സമയം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ മുട്ടയെല്ലാം നന്നായി ചൂടായി ഈ ഫില്ലിംഗ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് തയ്യാറാക്കാം. ഇതിനു വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങയും 9 ചെറിയ ഉള്ളിയും ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകവും 1/2 ടീസ്പൂൺ നല്ല ജീരകവും ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചതച്ചെടുക്കുക. ഇപ്പോൾ ഞാൻ തേങ്ങ നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായിരിക്കണം നിങ്ങളുടെ തേങ്ങ ഉണ്ടാവേണ്ടത്. ഇനി ഒരു ബൗൾ എടുത്ത് അതിനകത്തേക്ക് 2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. വറുത്ത അരിപ്പൊടിയാണ് എടുക്കേണ്ടത്, പത്തിരിപ്പൊടിയായിരിക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കോക്കനട്ട് ചേർത്ത് കൊടുക്കുക. തേങ്ങ ചതച്ചത് ചേർത്തതിന് ശേഷം ഇവ കൈ ഉപയോഗിച്ച് ഒന്ന് നന്നായി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് കുഴച്ചെടുക്കാൻ ഞാൻ വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിരുന്നു. ഇതിൽ നിന്നും നന്നായി തിളച്ച വെള്ളം കുറേശ്ശെയായി ഇതിലേക്ക് ചേർത്ത് ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. കുറേശ്ശെയായി ചേർത്ത് ഒരു നല്ല സോഫ്റ്റ് ആവുന്ന ടെക്സ്ചറിലേക്ക് വരുന്ന വിധത്തിലുള്ള വെള്ളം ചേർക്കണം. ഇനി ഇത് നമുക്ക് ഒരു 2 മിനിറ്റ് സമയം ഒന്ന് അടച്ചു വെക്കാം. ഈ മാവ് ഒന്ന് വാടി വരുന്നതിനും ഇതിൻ്റെ ചൂട് ഒന്ന് തണിഞ്ഞു കിട്ടുന്നതിനുമാണ് നമ്മളിങ്ങനെ അടച്ചു വെക്കുന്നത്. ഇപ്പോൾ ചൂട് ആവശ്യത്തിന് കുറഞ്ഞിട്ടുണ്ട്. ഇത് ഇനി ഒരു ചെറിയ ചൂടിൽ തന്നെ കൈ ഉപയോഗിച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. വളരെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവായിരിക്കണം നമ്മൾ തയ്യാറാക്കുന്നത്. ഇപ്പോൾ ഞാൻ മാവ് ഇവിടെ കുഴച്ച് ഡോ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണെന്ന്. ഇനി ഇതിൽ നിന്നും നമുക്ക് വലിയ ഒരു ഉരുള മാവ് എടുത്തതിന് ശേഷം ആദ്യം കയ്യിൽ ഒന്ന് ഓയിൽ കുറച്ച് സ്പ്രെഡ് ചെയ്യണം. ഓയിൽ തടവിയതിന് ശേഷം ഇത് കൈവെള്ളയിൽ വെച്ച് നന്നായി ഒന്ന് പരത്തിയെടുക്കുക. പരത്തിയെടുത്തതിന് ശേഷം നമ്മൾക്ക് സ്പൂൺ ഉപയോഗിച്ച് ഫില്ലിംഗ് ഇതിനകത്തേക്ക് ഫിൽ ചെയ്ത് കൊടുക്കാം. ഒരു 2 സ്പൂൺ ഫില്ലിംഗ് ആണ് ഞാനിവിടെ നിറയ്ക്കുന്നത്. അതിനുശേഷം ഇതൊന്ന് നന്നായി ഒന്ന് മടക്കിയെടുക്കുക.
ഫില്ലിംഗ് അധികമായി കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് ഫിൽ ചെയ്യുക. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കൈ വിരലുകൾ ഉപയോഗിച്ച് അതിൻ്റെ സൈഡെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഇങ്ങനെ തയ്യാറാക്കിയവ ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള മാവ് കൂടെ ഇങ്ങനെ തയ്യാറാക്കിയെടുക്കുക. ആദ്യം വലിയൊരുള്ള മാവെടുത്ത് കയ്യിൽ വെച്ച് പരത്തി 2 സ്പൂൺ ഫില്ലിംഗ് നിറച്ചതിന് ശേഷം ഇതൊന്ന് മടക്കിയെടുക്കുക. നന്നായി അരികുകൾ യോജിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തിയെടുക്കാവുന്നതാണ്. ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയതിന് ശേഷം ഞാനെല്ലാം പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി ഇത് നമുക്കൊന്ന് ആവിയിലാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അധികം ഓയിലൊന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് കൂടിയാണ് ഇത്. ഒരു സ്റ്റീമറിൽ ഞാൻ വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിരുന്നു. അതിനകത്തേക്ക് തട്ടിലേക്ക് കുറച്ച് എണ്ണ തടവിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഫില്ലിങ്സ് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഒരു 20 മിനിറ്റ് സമയം ഇതൊന്ന് അടച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇതൊന്ന് കുക്കായി കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട ഒരു മസാല തയ്യാറാക്കാനുണ്ട്. ഈ സമയം ഇത് അടച്ചു വെച്ചതിന് ശേഷം നമുക്കൊരു ബൗൾ എടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഒരു 5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 1 പിടി മല്ലിയിലയും ചേർത്തതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് ഇതൊരു ലൂസായ ബാറ്ററാക്കി ഉണ്ടാക്കിയെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസി വേണം ബാറ്റർ തയ്യാറാക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ സ്റ്റീമറിൽ ഇത് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇതിന് ശേഷം നമ്മൾ ആവിയിൽ വേവിച്ച കൂട്ട് ഇതിലേക്ക് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഓയിലിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഈ മസാല ഇതിനകത്ത് ഒന്ന് പിടിക്കുന്ന സമയം വരെ, ഒന്ന് കളർ മാറി വരുന്ന സമയം വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് ആവിയിൽ ആദ്യം കുക്ക് ചെയ്തെടുത്തത് കൊണ്ട് ഇനി കൂടുതൽ നേരം ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇപ്പോൾ നമ്മൾ ഒരു ഭാഗം ആയതിനു ശേഷം ഇതൊരു തവ ഉപയോഗിച്ച് മറച്ചിട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ നമുക്ക് എല്ലാ ഭാഗവും ഒന്ന് കളർ മാറി വരുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മളുടെ അടിപൊളി മുട്ട കൽമാസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. എല്ലാവരും ഇത് ഒരുപോലെ ഇഷ്ടപ്പെടും. ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കുക. പ്ലീസ്